ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണ് ഹിന്ദു ദിനപത്രം പൊതുവെ അറിയപ്പെടുന്നത്. ഈ ഹിന്ദു പിണറായി വിജയനെ മനഃപൂർവ്വം കുഴി ചാടിച്ചോ? ഈ മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് ഹവാല കേസിൻ്റെ അഭിമുഖം ഹിന്ദു മനഃപൂർവ്വം കുഴി ചാടിച്ചതല്ല, അതിലൊന്നും ഒരു സംശയമില്ല. നമ്മൾ ഈ പണിയാണല്ലോ ജീവിതത്തിൽ ആകെ ചെയ്തിട്ടുള്ളത്, ആകെ അറിയാവുന്നത്. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് PR ഏജൻസി ആണല്ലോ മുമ്പ് പ്രചാരണമൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ പിണറായി വിജയന് എപ്പോഴെങ്കിലും ഒരു അക്കിടി പറ്റി എന്നൊക്കെ തോന്നുമ്പോൾ പ്രോപ്പപ്പ് ചെയ്യാനായിട്ട് പൊക്കിയെടുക്കാനായിട്ട് ഒരു PR ഏജൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ PR ഏജൻസി ഇപ്പോൾ നമ്മൾ VS-ഉമായിട്ടുള്ള തർക്കം വിഭാഗീയത നടക്കുന്ന കാലത്തും പിണറായി വിജയനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറകിൽ നിന്നിങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് ഹിന്ദു ആ സമയത്ത് രംഗത്ത് വരുമായിരുന്നു. അന്ന് PR ഏജൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. ചില ലേഖകന്മാർ, കേരള എഡിറ്റർ, തിരുവനന്തപുരത്തുള്ളവരും ഒക്കെ നമുക്കറിയാവുന്ന ആളുകളൊക്കെ നേരിട്ട് തന്നെ പഴയൊരു KUWG നേതാവൊക്കെ വിളിച്ച് നേരിട്ട് ഇടപാടായിരുന്നു അത്. പിന്നെ അത്തരം ആളുകൾ അവിടെ ഇല്ലാതെ പോയി. മുമ്പ് സഖാക്കളായിരുന്നവരും SFIയിൽ കോളേജിൽ ഉണ്ടായിരുന്നവരും ഒക്കെയാണ് ആ ആളുകൾ. ഇപ്പോൾ PR ഏജൻസി വെച്ചിട്ട് ഇപ്പം സംഭവിച്ചപ്പോൾ ഈ അൻവറിൻ്റെ കാര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദേശീയ തലത്തിൽ പിണറായി വിജയൻ എന്താണ് പറയാനുള്ളത് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുവിനെ കൂട്ടുപിടിച്ചു. അപ്പോൾ ഈ ഇന്നത്തെ അവരുടെ മാപ്പ് വെച്ചിട്ട്, മാപ്പിൽ പറയുന്ന ഹിന്ദുവിൻ്റെ മാപ്പ്, ആ മാപ്പിൽ വരികൾക്കിടയിൽ വായിച്ചാൽ തന്നെ കാര്യം പിടികിട്ടും. ഹിന്ദുവിൻ്റെ ഒരു ലേഖിക ചോദ്യങ്ങൾ ചോദിക്കുന്നു പിണറായി വിജയനോട്. പക്ഷേ അപ്പോൾ PR ഏജൻസിക്കാരെ ഏൽപ്പിച്ചിട്ട് PR ഏജൻസി സംസാരിച്ചിട്ടാണല്ലോ ഹിന്ദുവിൻ്റെ ഉടമസ്ഥൻ ഈ ലേഖികയെ വിടുന്നത്. സാധാരണ അത് ഒരു തരത്തിൽ വേണമെങ്കിൽ ഒരു തരത്തിലുള്ള പെയ്ഡ് സംഭവമാണെന്ന് പറയാം, അറേഞ്ച്ഡ് ആണ്. അത് അവിടുന്ന് വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചാണ്. അപ്പോൾ PR ഏജൻസി ചെയ്യുന്നതിനാണ് പെയ്ഡ് ന്യൂസ് എന്നൊക്കെ പറയും. PR ഏജൻസിക്ക് തൊട്ട് കിട്ടും, അത്രയും. ആ PR ഏജൻസിക്കും കിട്ടും, ഇവിടുന്ന് കൊടുക്കേണ്ടി വരും. അതെ, അത് ഹിന്ദുവിനും കിട്ടും. അപ്പോൾ എന്താന്ന് വെച്ചാൽ ലേഖിക അയച്ചു, 2 PR ഏജൻസിയുടെ ആളുകളും കൂടെ ഇരുന്നു. എന്നിട്ട് ഇന്ന ചോദ്യങ്ങളാണെന്നൊക്കെ PR ഏജൻസി തയ്യാറാക്കി അതിൽ പത്രത്തിന് കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ. ഇതിൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സ്വർണത്തിനെ പറ്റി ചോദ്യം വേണമെന്ന് PR ഏജൻസി പറഞ്ഞു. PR ഏജൻസി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് പിണറായി വിജയൻ്റെ പ്രകാരമാണ്, അതിൽ സംശയമില്ല, ഒരു സംശയമില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ PV അൻവറിനെതിരായ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റും ഈ സ്വർണം പിടിച്ചതായിരുന്നു. മലപ്പുറത്ത് ഇത്രയും സ്വർണം പിടിച്ചിട്ടുണ്ട്, 150 കിലോ പിടിച്ചിട്ടുണ്ട്. സ്വർണവും 123 കോടി രൂപയും അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ വിവരമാണ് ഹിന്ദുവിലും ഉള്ളത്. പിന്നെ ഹിന്ദുവിൽ അതെങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞത് വളച്ചൊടിച്ചതായിട്ട് വരുന്നത്? അതെ, അല്ല സാർ, അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ എനിക്ക് തോന്നുന്നു. അതായത് നമ്മളൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. സ്ഥാപനം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പോകുന്നതാണ്. സ്ഥാപനത്തിൽ നിന്ന് ഒന്നെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചുമതലപ്പെടുത്തുന്നു, നമ്മളൊരു ഇൻ്റർവ്യൂ പോയി എടുക്കുന്നു. അങ്ങനെയാണല്ലോ നടക്കുന്നത്. അങ്ങനെയും നടക്കൂ. ഇത് ഒരു PR ഏജൻസി പറയുന്നു. ഈ ലേഖികയുടെ കൂടെ, റിപ്പോർട്ടറുടെ കൂടെ PR ഏജൻസിയുടെ 2 പേര് പോകുന്നു. എന്നിട്ട് റിപ്പോർട്ടർ എടുത്ത ഇൻ്റർവ്യൂവിൻ്റെ കൂടെ ഇന്ന സാധനം ആഡ് ചെയ്യണം എന്ന് PR ഏജൻസി പറഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് ഫീച്ചറാണ്, മാർക്കറ്റിംഗ് ഇൻ്റർവ്യൂ ആണ്. അത് പെയ്ഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ വിവാദത്തിൽ പിണറായി വിജയന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ഹിന്ദുവിന്റെ മാപ്പ്. അതെനിക്ക് മനസ്സിലായി അപ്പോഴാണ്. അതായത് ഞങ്ങൾ സ്വമേധ എടുത്തൊന്നുമല്ല, PR ഏജൻസി വന്നു, അവർ വഴി ഇൻ്റർവ്യൂ ചെയ്തു, അവർ പറഞ്ഞ സാധനം ഞങ്ങൾ ചേർത്തു, ഇതിന് നമുക്ക് ചിക്കിളി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫേവർ കിട്ടുന്നുണ്ട് എന്നത് മാത്രം അവർ പറയുന്നില്ല. ഇതിൻ്റെ അകത്ത് സുനിലിനും അറിയാമല്ലോ, നമ്മളൊരു പത്രത്തിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗം ശരി എന്ന് വായനക്കാരെ അറിയിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, പിണറായി വിജയൻ പറയുന്നത് ശരിയല്ല, ഞങ്ങളിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങളുടെ കയ്യിൽ ഉള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയാറുള്ളൂ. ശരി എന്നാണ് പറയേണ്ടത് പത്രാധിപർ. ഇത് മറ്റേ പെയ്ഡ് ആയതുകൊണ്ടാണ് PR ഏജൻസിയുടെ തലയിലേക്ക് വെക്കുന്നത്. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് നമ്മൾ പോകുമ്പോൾ റൈറ്റിംഗ് പാഡിൽ കുറിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നീട് എല്ലായിടത്തും കോൾ റെക്കോർഡ്, ഡിജിറ്റൽ റെക്കോർഡൊക്കെ വന്നു. ഇപ്പോൾ എല്ലാവരും എടുക്കുന്ന ഇൻ്റർവ്യൂ പ്രിന്റ് മീഡിയയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 30 കൊല്ലമായിട്ടെങ്കിലും അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യാത്ത ഒരു സാധനം ഉണ്ടാകത്തില്ല. ഞങ്ങളുടെ എല്ലാം ഉണ്ട്, വോയിസ് ഉണ്ട്, വോയിസ് റെക്കോർഡ് ഉണ്ട്
എന്ന് പറയേണ്ടതിന് പകരം PR ഏജൻസി എന്ന് പറഞ്ഞത് സത്യത്തിൽ വലിയ ക്ഷീണമാണ്. 30 കൊല്ലം മുമ്പ് സയ്യദ് ഷഹാബുദ്ദീൻ IFSC IAS രാജിവെച്ച് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഈ റെക്കോർഡർ ഉണ്ടായിരുന്നു, അതെന്തോ പെട്ടെന്ന് ശരിയാകുന്നില്ല എന്ന് തോന്നി. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ കുറിക്കാം, പറ്റില്ല. പുള്ളി 30 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ ഡൽഹി വെച്ച് റെക്കോർഡ് ചെയ്ത്. സാർ ഓർക്കുന്നില്ലേ, ചെറിയ കാസറ്റുള്ള റെക്കോർഡ് ആദ്യകാലങ്ങളിൽ, ചെറിയ തീപ്പെട്ടിയുടെ വലിപ്പമുള്ളത്. എനിക്ക് ആദ്യമായിട്ട് ഇത് തന്നത് KM മാത്യു എന്ന് പറഞ്ഞ മാത്തൂട്ടി ചായനാണ് തന്നത്. എൻ്റെ പക്കൽ ഉണ്ടായിരുന്നു, അത് പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് അതിനകത്ത് കിട്ടി. അതിനകത്ത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്ത ആ മിനി കാസറ്റ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അങ്ങനെ ഇവിടെ ചില പാരലൽ കോളേജുകളിൽ ലോ പഠിക്കുന്നുണ്ടായിരുന്നു ആ കാലത്ത്. പൂനെയിലെ ILS എന്നൊക്കെ പറഞ്ഞിട്ട് പാരലൽ കോളേജിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആ കോളേജുകളുടെ പേരിൽ ഇവിടെ അഡ്മിഷൻ കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് മാത്രം അങ്ങോട്ട് പോകുന്നൊരു തട്ടിപ്പ്. ഇത് പാരലൽ ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പരമ്പര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പാരലൽ കോളേജുകൾ നമ്പൂതിരിയസ് എന്ന് പറഞ്ഞ തിരുവല്ല, എറണാകുളത്തൊരു 3 കാണണം, അത് കഴിഞ്ഞ് പൂനെയിലും പോയി. ആ കാലത്ത് ഇത് ചെയ്തത് മുഴുവൻ റെക്കോർഡറിലാണ്. അതുകൊണ്ട് റെക്കോർഡറിൽ നിന്ന് ഇത് മുഴുവൻ പകർത്താനും പറ്റി. ഇതൊക്കെ വളരെ മുമ്പാണ്. അല്ല, അതിനുള്ള സംവിധാനം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ ആരും ചെയ്യുന്നില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് ഹിന്ദു ഇങ്ങനെ നിഷേധക്കുറിപ്പ് ഇറക്കേണ്ടി വന്നത്? അത് ഹിന്ദുവിനോട് ആവശ്യപ്പെട്ടു. അതായത് മലപ്പുറത്തിനെ പിണറായി വിജയൻ അപമാനിച്ചു എന്നുള്ളത് മുസ്ലിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് വേര് പിടിച്ചു. കഴിഞ്ഞ ദിവസത്തെ ആ പ്രസംഗത്തിൻ്റെ ഇടയിലും വന്നു, ഇങ്ങനെയും വന്നു. ആദ്യം ഇപ്പം വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അൻവർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ മീറ്റിങ്ങിൽ ചോദിച്ചു. അപ്പോൾ അൻവർ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വരുന്ന സ്വർണം പിടിക്കുന്നു, ഇതിൽ മലപ്പുറംകാർക്ക് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു. മലപ്പുറത്തിനെ എന്തിനാണ് ഇതിൽ അപമാനിക്കുന്നത് ഈ പ്രശ്നം പറഞ്ഞിട്ട്? അവിടെ ഒരു വിമാനത്താവളം ഇരിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? അല്ല സാർ, അതിനകത്ത് അൻവർ പറയുന്നതിന് ന്യായമില്ല. കാരണം മലപ്പുറം ജില്ല എന്നുള്ള വിഷയം ഇതിലേക്ക് കൊണ്ടുവന്നത് അൻവറാണ്. മലപ്പുറത്തെ പോലീസ് കള്ളക്കടത്തുകാരുടെ സ്വർണം പിടിച്ചെടുത്ത് തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഈ അധ്യായം, മലപ്പുറം അധ്യായം ഓപ്പൺ ചെയ്തത് അൻവറാണ്. ആണ് കള്ളക്കടത്തും പുള്ളി ഓപ്പൺ ചെയ്ത്. അപ്പോൾ പിണറായി വിജയൻ മറുപടി പറയുമ്പോൾ മലപ്പുറത്ത് ഇപ്പോൾ പോലീസുകാർ കള്ളക്കടത്ത് സ്വർണം മുഴുവൻ തട്ടിയെടുക്കുന്നു, കള്ളക്കടത്തുകാരെ സഹായിക്കുന്നു എന്നാണ് അൻവറിൻ്റെ ആക്ഷേപം. പിണറായി അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് മലപ്പുറത്ത് 150 കിലോ സ്വർണം പിടിച്ചിട്ടുണ്ട്, 123 കോടി രൂപയുടെ ഹവാല പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അൻവർ പറഞ്ഞത് തെറ്റാണ്. മലപ്പുറത്ത് കള്ളക്കടത്തുകാരെ സഹായിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് പറഞ്ഞത്. അൻവർ അത് പറഞ്ഞപ്പോൾ അൻവർ പെട്ടു. അൻവർ ഉടനെ അതിനെ മതവിഷയമാക്കി മാറ്റി. മലപ്പുറത്തുകാർ മുഴുവൻ കള്ളക്കടത്തുകാരാണെന്ന് പിണറായി പറഞ്ഞു എന്ന് ദുർവ്യാഖ്യാനം ചെയ്തു. അതിനെ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ വലിയ പ്രൊമോഷൻ കൊടുത്തു. അതാണ് പിണറായി പറഞ്ഞത് ജനുവിനായ കാര്യമാണ്. ഇന്നലെ ഞാൻ മീഡിയ വണ്ണിൻ്റെ ചർച്ച കണ്ടു, ഔട്ട് ഓഫ് ഫോക്കസ്. അതിനകത്ത് നിഷാദ് റാവുത്തർ ഇയാളങ്ങ് വയലൻ്റ് ആവുകയാണ്. അദ്ദേഹം ഇടയ്ക്ക് പറയുന്നത് എനിക്ക് മലപ്പുറത്തെ എല്ലാ കള്ളക്കടത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാം, നിങ്ങൾ പറയുന്ന പോലൊന്നും ഇല്ല എന്ന് വരെ പറഞ്ഞു. അപ്പോൾ അരുൺകുമാർ എന്ന് പറഞ്ഞ എറണാകുളത്തെ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അയാളോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് മലപ്പുറം മാത്രം പറഞ്ഞു, മലപ്പുറം മാത്രം ഒന്ന് തിരുവനന്തപുരം ഇല്ലേ, കൊല്ലം ഇല്ലേ, മറ്റ് ജില്ലകളിൽ കള്ളക്കടത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ അരുൺകുമാറിന് പോലും പറയാൻ പറ്റുന്നില്ല. മലപ്പുറം എന്നുള്ള വിഷയം കൊണ്ടുവന്നത് അൻവറാണ്. അതുകൊണ്ടാണ് പിണറായി മലപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞത്. മലപ്പുറത്ത് കള്ളക്കടത്തുകാരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, കള്ളക്കടത്തും ഹവാലയും പിടിക്കുന്നുണ്ട് എന്ന് കൗണ്ടർ ചെയ്യാനാണ് പിണറായി വന്നത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അല്ല, ആ ഭാഗത്ത് പിണറായി വിജയന് ഉറച്ചു നിൽക്കാമല്ലോ. അതാണ് എൻ്റെ സംശയം. പിണറായി വിജയൻ കത്തെഴുതുന്നത് അതാണ് എൻ്റെ സംശയം. പിണറായി വല്ലാതെ ഒന്നും ചൂളിപ്പോയോ? കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പിണറായി ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. കാരണം പിണറായി പറഞ്ഞത് കൃത്യമായ കാര്യമാണ്, അൻവർ പറഞ്ഞതിന് മറുപടിയാണ്. പക്ഷേ അത് അൻവറിൻ്റെ ഒരു പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ കൊഴുപ്പിൽ ഒന്ന് പതറിയെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ പതറിയെങ്കിൽ അത് അൻവറിൻ്റെ ഒരു കുതിപ്പിനുള്ള തുടക്കം കൂടിയാണ്. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം ആണല്ലോ ഇതിൻ്റെ പിന്നിൽ, അൻവറിൻ്റെ പിന്നിൽ. ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുന്നിൽ CPM ഒന്ന് പതറി എന്ന് പറയേണ്ടി വരും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളത് വല്ലാതെ ദുരൂഹമാണ്, വലിയ ദുരൂഹമാണ്. കാരണം അത്
ചെയ്തതോടുകൂടി നമ്മൾ മുമ്പ് ഒരു ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞതാണ്, പാർട്ടി തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ആ CAA വെച്ചിട്ടുള്ള പ്രചാരണം, മതപ്രീണനം, തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുക അത് മതപ്രീണനം പാളിപ്പോയി, നമുക്കിനി മുസ്ലിം ലീഗും വേണ്ട, അതും വെൽഫെയർ പാർട്ടിയും SDP ഒക്കെ ഒരുപോലെയാണ് എന്ന് നിലപാടെടുത്തിട്ട് ഒരു ഹിന്ദു ചായവിലേക്ക് തിരിച്ച് വരാൻ നോക്കുമ്പോഴാണ് പിണറായി വിജയൻ ഇത് പറഞ്ഞത്. അദ്ദേഹം പിൻവലിയുമ്പോൾ വീണ്ടും ഈ മതപ്രീണന പിൻവലിയുമ്പോൾ ഞാനത് പിണറായി പിൻവലിഞ്ഞു എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. ഈ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ പത്രസമ്മേളനം ഇപ്പോൾ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ, ആ ഡാറ്റയുണ്ട്, ആ കണക്ക് തെറ്റാന്ന് പറയുന്നില്ല. പക്ഷേ പിണറായിയെ സംബന്ധിച്ച് നമ്മൾ പിണറായിയെ ഡിഫെൻഡ് ചെയ്യുന്നത് പിണറായി ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ CPMലെ ഇസ്ലാമിസം കലർത്താൻ ശ്രമിച്ച ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെതിരെയുള്ള പോരാട്ടവും പിണറായി അൻവർ പറഞ്ഞതല്ല, പിണറായി പറഞ്ഞതാണ് ശരി എന്ന് നമുക്ക് ബോധ്യമുണ്ട്. മലപ്പുറത്തെ കള്ളക്കടത്തുകാരെ പോലീസ് സഹായിക്കുകയല്ല, അത് ഇന്ന എമൗണ്ട് തുകയും ക്വാണ്ടിറ്റി സ്വർണവും പിടിച്ചിട്ടുണ്ട് എന്ന് പിണറായി പറയുന്നത് ഒരു ശരിയായ നിലപാടാണ്. പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിൻ്റെ ഡാറ്റ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടാവും. മുഖ്യമന്ത്രി വെറും വാക്കൊന്നും പറയത്തില്ല, എത്ര കിലോ സ്വർണം പിടിച്ചു, എത്ര. ആ ഡാറ്റയെ അൻവറും മറ്റേ പൊളിറ്റിക്കൽ ഇസ്ലാമും എതിർക്കുന്നില്ല, ഡാറ്റയെ എതിർക്കുന്നില്ല. പക്ഷെ അത് എയർപോർട്ടിലാണല്ലോ പിടിക്കുന്നത്, അതിൽ ജനങ്ങൾക്ക് എന്ത് കാര്യം? അങ്ങനെയല്ല. എന്നിട്ട് എയർപോർട്ടിൽ വരുന്നവർ പല സ്ഥലത്തേക്കും പോകുന്നവരാണ്, കാസർഗോഡ്, കോഴിക്കോട്, ഇങ്ങനെ. അങ്ങനെയല്ല. ഇന്നലെ മീഡിയ വൺ പറഞ്ഞതെന്താ അറിയോ? അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പരമാവധി 1 കിലോ സ്വർണ്ണം വെക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്കറിയില്ല, വെക്കാൻ പറ്റുള്ളൂ. ഓരോ ഭാഗത്തിൻ്റെ ശേഷി അനുസരിച്ചിരിക്കും. 1 കിലോ സ്വർണ്ണമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1000 ഗ്രാമിൽ താഴെയുള്ള സ്വർണവുമായി വരുന്ന ആളുകളൊക്കെ പാവങ്ങളാണ്. അവരെ വലിയ സ്വർണ്ണ കള്ളക്കടത്ത് ഭീകരന്മാരായി ചിത്രീകരിക്കാമോ എന്നൊക്കെയാണ് ഈ നിഷാദ് റാവുത്തർ എന്ന് പറഞ്ഞ മഹാനായ ജേർണലിസ്റ്റ് ചോദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ രാജ്യദ്രോഹത്തിന് ഉപയോഗിച്ചു എന്ന് പറയാൻ എന്ത് ഡാറ്റ? സ്വർണ്ണം കടത്തിക്കൊണ്ടുവരുന്നത്, നികുതി വെട്ടിക്കുന്നത് തന്നെ രാജ്യദ്രോഹമാണ്, അല്ലേ? അതെ. ഈ കരിയർമാരെ സ്വർണ്ണക്കടത്ത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ട് മാറുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും. ഇപ്പൊ അൻവർ ജലീലും എല്ലാം കൂടി ഉണ്ടാക്കുന്ന പാർട്ടിയുടെ തന്നെ പ്രത്യയശാസ്ത്രം ഒരു ഗോൾഡൻ ഐഡിയോളജി എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും ഈ പാർട്ടി ഉണ്ടാക്കുവാണെങ്കിൽ. അതുപോലെ അതിന്റെ വോട്ട് ബാങ്ക്, കരിയർമാര്, സ്മഗ്ലേഴ്സ്, ഇങ്ങനെയുള്ളവർ ഒരു വോട്ട് ബാങ്ക്. അദ്ദേഹം വേറൊന്നും പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഇവിടുത്തെ പുഴകളിലേക്ക് നോക്കൂ, പുഴകളിൽ മണൽ വാരുന്നില്ല, അതുകൊണ്ട് സാൻഡുകാർക്ക് ബിസിനസ് കൂടുന്നു. ആ മണൽ മാഫിയയ്ക്ക് വേണ്ടി കൂടെ സംസാരിക്കുകയാണ്. അത് ആണല്ലോ അദ്ദേഹം സംസാരിക്കുമ്പോൾ മുഴുവൻ ഇങ്ങനത്തെ ആളുകളെ. ഇപ്പം നമ്മൾ ഒരാളുടെ തിരോധാനത്തിൻ്റെ കാര്യം പറയുന്നില്ലേ, ആ തിരോധാനത്തിന് മാമി അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ പിന്നെ അൻവർ മുഴുവൻ ഇദ്ദേഹം ചെയ്തിരുന്നതൊക്കെ 50 കോടിയുടെ ബിസിനസ്സാണ്, 50 ലക്ഷത്തിൽ കുറഞ്ഞൊരു ബിസിനസ്സും മാമി ചെയ്തു. ഏത് ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ആർക്കെ? സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല, മണൽ, റിയൽ എസ്റ്റേറ്റ്, ഇവരുടെയൊക്കെ വക്താവാണ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അൻവർ സംസാരിക്കുന്നത്. ഇന്ത്യയിലുള്ള മിക്കവാറും കോടീശ്വരന്മാരെയൊക്കെ മാമിക്ക് അറിയാമായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഡീറ്റെയിൽസിൽ മുഴുവൻ ഈ കച്ചവടത്തിൻ്റെയും തുകയുടെയും കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മാമി ആര് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറിയിട്ടുള്ള ഈ പൊട്ടൻഷ്യലാണ് ഈ പറയുന്നത്. അല്ല, എനിക്ക് വലിയ സന്തോഷമായി. കാരണം ചിലർ പറയുന്നത് ഈ കള്ളുകുടിയന്മാർക്ക് മാത്രം ആരും ഇല്ലെന്ന് പറയാറുണ്ട്. കള്ളുകുടിയന്മാർക്ക് മാത്രമല്ല, പരസ്യമായി കള്ളക്കടത്തുകാർ, മയക്കുമരുന്നുകാർ, മണൽ മാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയ, ഇവർക്കൊന്നും വേണ്ടി പരസ്യമായി ഒരു രാഷ്ട്രീയ നേതാവും പരസ്യമായി വന്നിട്ടില്ല. ഇവരുടെയൊക്കെ ആളുകളാണ് പല നേതാക്കന്മാരും. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഒരു നേതാവ് ഈ പറയുന്ന അധോലോക ചരിത്രമുള്ളവരുടെ ഒരു മിശിഹായായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു മതത്തിൻ്റെ കൊടിയും കൂടി വീശുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറ്റി, അതായത് 1000 ഏക്കർ സ്വത്ത് ഈ സ്വാതന്ത്ര്യ സമര കാലത്തുമൊക്കെ വിതരണം ചെയ്തിട്ടുള്ള കുടുംബമാണ് എൻ്റേതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ തട്ടിവിടുന്നത്? ഇനി 1000 ഏക്കർ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിൽ പല ചോദ്യങ്ങൾ വരും. കാരണം മാപ്പിളലകൾക്ക് ശേഷം എല്ലാം ഇട്ടെറിഞ്ഞോടിയ കുറേ ആളുകൾ ഉണ്ടായിരുന്നില്ലേ, അവരുടെ സ്വത്ത് പലയിടത്തും കിടക്കുന്നുണ്ടായിരുന്നില്ലേ? അല്ല, കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കുക, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചെടുക്കുക, പൊതുരാഷ്ട്രീയം പിടിച്ചെടുക്കുക, ഇതൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ടയാണ്. അതിനെ ഏതാണ്ട് വളരെ ഫലപ്രദമായി ഒരു നിർണായക ഘട്ടത്തിൽ നിവർത്തികേട് കൊണ്ടാണെങ്കിലും
പ്രതിരോധിക്കാൻ തയ്യാറായി CPM-ഉം പിണറായി വിജയനും വന്നു എന്നാണ് പൊതുവെ നമുക്കൊക്കെ തോന്നിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ കത്തയച്ചതും തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തതെങ്കിൽ അവിടെ നിന്ന് പിണറായി ഒന്ന് പിന്നാക്കം പോയോ എന്നുള്ള സംശയം ന്യായമാണ്. പിണറായി ശരിക്കും തെക്ക് നിന്നുള്ള ആളല്ലല്ലോ, കണ്ണൂരിൽ നിന്നുള്ള ആളാണല്ലോ മലബാറിൽ. അപ്പം മലബാറിൽ എന്തോ പ്രശ്നമുണ്ടാകാൻ പോവുകയാണ് ഈ പറഞ്ഞത് കൊണ്ട് എന്ന് ആരൊക്കെയോ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും അതിൽ വീഴുകയും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പത്രസമ്മേളനത്തിൽ എല്ലാവരും കേട്ട ഒരു വാസ്തവം അവിടെ ഇത്തരം പിടിച്ചിട്ടുണ്ട്. അത് പത്രത്തിൽ വന്നപ്പോൾ എന്തിനാണ് അദ്ദേഹം നിരാശപ്പെടുന്നത്? എന്താന്ന് വെച്ചാൽ അത് ദേശീയ തലത്തിലും കൂടി അത് വന്നു. അതാണ് അൻവർ പറയുന്നത്. ഈ മീഡിയ വണ്ണും പറയുന്നത് ഇത് ദേശീയ തലത്തിൽ വന്നാൽ BJP അത് ഏറ്റെടുക്കത്തില്ലേ? മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ 123 കോടി രൂപ ഒരു വർഷം ഹവാല, 150 കിലോ സ്വർണം പിടിച്ചു എന്നുള്ളത് ദേശീയ തലത്തിൽ വാർത്തയായാൽ അത് കേരളത്തിനും പ്രശ്നമാണ് എന്ന് കേരള സ്റ്റോറി പോലെയുള്ള ഒരു സ്റ്റോറിയായി മാറുമെന്ന് പിണറായിയും പേടിക്കുന്നു. പിണറായി അൻവറിനിട്ട് വെച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൊണ്ടു ആണ് സംഭവിച്ചത്. അതാണ്. അപ്പോൾ ഭയക്കുന്നു. ഏതായാലും നോക്കാം എന്താണ് സംഭവിക്കാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.